പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി റോസ് ഫാമിലി എന്ന ഈ ഫേസ്ബുക്ക് ലൈവിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹപൂർണമായ ഈ സുദിനത്തിൽ ദൈവത്തിൻ്റെ തിരുവചനം ചിന്തിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമാണ്. ഇന്ന് നമ്മുടെ മുൻപിൽ സമയം വളരെ പരിമിതിയാണ്. കർത്താവിൻ്റെ അഭിഷക്ത ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാന്യായ സിസ്റ്റർ റോസലി സുരേഷ്, അതുപോലെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നതും അതിനുശേഷം ശ്രവിക്കുന്നതുമായ പ്രിയപ്പെട്ടവരോടുള്ള അകമഴിഞ്ഞ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ് നമ്മുടെ മുൻപിലുള്ളത്. ദൈവത്തിൻ്റെ വചനം കാലാകാലങ്ങളായി വിവിധ മാധ്യമങ്ങളിലൂടെ ശക്തമായി വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തിരുവചനത്തിലെ സത്യങ്ങൾ എക്കാലത്തും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. എക്കാലത്തും നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ്. എക്കാലത്തും നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ് ഈ തിരുവചനം. ഇത് നമുക്ക് ലഭിക്കുന്ന ഏതൊരു മാധ്യമത്തിലൂടെയും അത് ശക്തമായി ശ്രവിക്കുവാൻ ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ അവരിലൂടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ ദൈവ പദ്ധതികൾ വെളിപ്പെട്ടിട്ടുണ്ട്. അത് നിഷേധാത്മകമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്നും ഈ തിരുവചനം നമ്മൾ ഇതിലൂടെ ശ്രവിക്കുവാൻ കാതോർത്തിരിക്കുന്ന നമ്മുടെ ഇടയിലും ഇന്നും തിരുവചനത്തിലെ മർമ്മങ്ങളെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. വളരെ ശക്തമായി തിരുവചനം പല സമയങ്ങളിലായി നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ തിരുവചനത്തിലെ മർമ്മങ്ങൾ ഇന്ന് നാം ശ്രവിക്കുമ്പോൾ സാധാരണ നിലയിലുള്ള ഒരാളെ കുറിച്ചല്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇന്നിവിടെ പ്രസിദ്ധമാക്കുന്നത്. സാധാരണക്കാരനായ ഒരു വ്യക്തിയെ കുറിച്ചല്ല ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ ഹെഡിങ് ഇട്ടതുപോലെ ദൈവമുണ്ട്. അനേകർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ട്, ജനിച്ചിട്ടുണ്ട്. അനേക ശാസ്ത്രജ്ഞന്മാർ, അനേക ഫിലോസഫികൾ, ഇന്നും നിരവധി ആളുകൾ, ഉന്നതന്മാർ, ഉന്നത നിലവാരങ്ങളിൽ വസിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതിൽ നിന്നും വളരെ വിഭിന്നമായി ഇതുവരെയും ഒരു മനുഷ്യന്റെയും കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ നിരൂപിക്കാൻ കഴിയാത്ത ഒരു ശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ചുരുക്കമായി ഞാനതിന് ചില മർമ്മങ്ങൾ പറഞ്ഞ് നിർത്തുവാൻ. മറ്റൊന്നുമല്ല, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ദൈവം ഭൂമിയിൽ ഉന്നതനാണ്. ദൈവം ഭൂമിയിൽ ഉന്നതനാണ്. സ്തോത്രം. സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുമ്പോൾ മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളണം. എന്താണത്? ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ദൈവം ഉന്നതനല്ലോ. സ്തോത്രം. സകലത്തെയും തന്റെ ദിവ്യജ്ഞാനത്താൽ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവമാണ്. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ടല്ല. മനുഷ്യന്റെ ജ്ഞാനം കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു സാധന സാമഗ്രികളും വസ്തുവകകളും എല്ലാ മെറ്റീരിയൽസും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും ഒരു സമയം കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നിന്നുപോകും. എന്നാൽ ഉന്നതനായ ദൈവം, ഉയർന്നിരിക്കുന്ന ദൈവം,
ശാശ്വതവാസിയായ ദൈവം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നും വന്ന് പ്രവർത്തിപ്പാൻ അവൻ ശക്തനാണ്. സ്തോത്രം. ഈ ഉന്നതനായ ദൈവം സൃഷ്ടിച്ച ഒരൊറ്റ സൃഷ്ടിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. അത് മറ്റൊന്നുമല്ല, നാം പാർക്കുന്ന, മനുഷ്യൻ വസിക്കുന്ന, മനുഷ്യന് നിലയുറപ്പിച്ച് കാലുറപ്പിച്ച് നിൽക്കാൻ കഴിയുന്ന, സ്തോത്രം, മനുഷ്യവർഗത്തിന് ജീവിക്കുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന, മനുഷ്യവർഗത്തിന് ഇന്നത്തെ കാലത്തും എക്കാലത്തും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയും അവന്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള, അവന്റെ നിലനിൽപ്പിന് ഉതകുന്ന എല്ലാവിധ കാര്യങ്ങളും ക്രമീകരിച്ച് എല്ലാം അവനു വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഈ ഭൂമി ഒരു ഗോളമായി നിലനിൽക്കുമ്പോൾ, ഭൂമിക്ക് വെളിച്ചം കിട്ടുവാൻ വേണ്ടി ഒരു സൂര്യൻ നിൽക്കുമ്പോൾ, സ്തോത്രം, ഭൂമിക്ക് വേണ്ട എല്ലാവിധ കൃത്യമായി ഒരുക്കി വെച്ചുകൊണ്ട് ശാസ്ത്രം കണ്ടുപിടിച്ചല്ല, ശാസ്ത്രം പറയുന്ന വാക്ക് തന്നെ ഇവിടെ എടുത്ത് ഉച്ചരിക്കാം. അത് മറ്റൊന്നുമല്ല, ഒരച്ചുതണ്ടിന്മേൽ കറങ്ങുന്നു എന്നാണ്. ഏത് അച്ചുതണ്ടാണ്? ഇന്നും നഗ്നനേത്രങ്ങൾ കൊണ്ട് മനുഷ്യന് കണ്ട ഭൂമി. ആരാ നിർത്തിയിരിക്കുന്നത്? എവിടെയാണ് നിർത്തിയിരിക്കുന്നത്? ആരാണ് അച്ചുതണ്ട്? മനുഷ്യൻ പറയുന്നു ഭൂമി കറങ്ങുന്നില്ല, ഭൂമി ഒരിടത്താണ് നിൽക്കുന്നത്. ശാസ്ത്രം പറയുന്നു ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 24 hours സ്തോത്രം, 12 മണിക്കൂർ വെളിച്ചവും മനുഷ്യന് ലഭിക്കേണ്ട നന്മകളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട്, മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിൽക്കുന്ന ഒരു നിൽപ്പുണ്ടല്ലോ, അത് മാത്രമൊന്ന് ഞാനും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ നമുക്ക് മനസ്സിലാകും ഭൂമിയുടെ ഹല്ലേലൂയ നിലനിൽപ്പ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ക്രമീകരിക്കാൻ കഴിയുന്നതല്ല. അത് സർവശക്തനായി നടത്തുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ്, ആമേൻ, സകല ചരാചരങ്ങൾക്കും ആവശ്യമുള്ളത് ക്രമീകരിച്ച്, സകല ചരാചരങ്ങൾക്കും ദൈനംദിന ആവശ്യത്തിന് വേണ്ടുന്നത് ക്രമീകരിച്ച് ഈ ഭൂമിയെ നിർമ്മിച്ചതുപോലെ വേദനകളോടെ, പ്രയാസങ്ങളോടെ എന്തായിത്തീരും, എന്ത് ചെയ്യുമെന്നൊക്കെ ആശ്ചര്യപ്പെട്ട് ആകുലപ്പെട്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ പൈതല്, ഒരു കാര്യം ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയുമായ ഹല്ലേലൂയ ഭൂമിയിൽ ഉന്നതനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു ഭക്തന്റെ അതിന്റെ നടുവിലും പ്രവർത്തിപ്പാൻ ദൈവം ശക്തനത്രേ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണം, ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്താ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സൃഷ്ടാവായ ദൈവത്തെ ഭജിക്കേണ്ടതിന് പകരം, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം, സൃഷ്ടാവായ ദൈവത്തെ പിൻപറ്റേണ്ടതിന് പകരം, സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ സൃഷ്ടിച്ചുണ്ടാക്കുന്ന സൃഷ്ടിയെ തന്നെ ആരാധിക്കുകയല്ലേ? അതുകൊണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, കണ്ടകല്ലുമാരങ്ങേളും ദൈവം, സ്തോത്രം, തുണ്ടമല്ല സത്യദൈവം. പിന്നെയോ, ഏക സത്യദൈവമേ ഉള്ളൂ ഭൂവാസികളെ, ഏക സത്യദൈവമേ ഉള്ളൂ. ആമേൻ. സർവശക്തനായ ദൈവം, ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ ദൈവം. അതുകൊണ്ട്
ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കേണ്ടതിനു പകരം, ഉന്നതനായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം, മനുഷ്യന്റെ കൺമുമ്പിൽ മനുഷ്യൻ നോക്കുമ്പോൾ കാണുമ്പോൾ ആ കൺമുൻപിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾക്കകത്തു നിന്ന് മനുഷ്യന് വീക്ഷിക്കുവാൻ കഴിയുന്ന എല്ലാ വസ്തുവകകളും വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലും ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലും എടുത്തു പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: സകലതും മനുഷ്യർക്കധീനമാണ്. ഭൂമിയിലെ വൃക്ഷങ്ങൾ, ചരാചരങ്ങൾ, സകലതും മനുഷ്യർക്ക് നിയന്ത്രണാധീനമാണ്, നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ എന്ന വ്യക്തിക്ക്, മനുഷ്യൻ എന്ന വ്യക്തിക്ക്, ദൈവത്തിന് സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് സാധിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സൃഷ്ടാവ് പറയുന്നു, അല്ല, സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്ക്. ഒരു ശക്തനായ ദൈവമുണ്ട്, ഒരത്ഭുത മന്ത്രിയുണ്ട്, ഒരു വീരനാം ദൈവമുണ്ട്. ഹല്ലേലൂയ. ഭൂമി അച്ചുതണ്ടിന്മേൽ കറക്കിക്കൊണ്ടിരിക്കുന്നവനുണ്ട്. ഹല്ലേലൂയ. അവനെ ആരാധിക്ക്, അവനെ സ്തുതിക്ക്. ആമേൻ. സ്തോത്രം. സമയം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. ഞാൻ വേഗത്തിൽ അടുത്ത ഭാഗത്തിലേക്ക് കിടക്കട്ടെ. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ അടുത്ത ഭാഗത്ത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഉന്നതനായ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം സംഗീതക്കാരൻ പറയുന്നത് പോലെ, ഞാൻ മിണ്ടാതിരുന്ന ദൈവമെന്നറിഞ്ഞുകൊള്ളി. സ്തോത്രം. നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പറയുന്നത് എങ്ങനെയാ? സ്വയം പുകഴ്ത്തുകയാ. സ്തോത്രം. സ്വയം മനുഷ്യൻ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ പുകഴ്ത്തി കാണിക്കുകയാ. ഞാനെന്ന ഭാവം. അവിടെ തമ്പുരാൻ പറയുന്നു, കർത്താവ് പറയുന്നു, ഒന്ന് താഴ്മയോടെ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ കീഴ്പ്പെട്ടുകൊണ്ട് ഉന്നതനായ ദൈവത്തെ നമസ്കരിക്ക, ഉന്നതനായ ദൈവത്തെ ആരാധിക്ക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ഉന്നതമായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ സൃഷ്ടാവാണ് ഉന്നതനെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ നമസ്കരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവുണ്ട്. അവിടെ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തെ ഹൃദയം കൊണ്ട് നമസ്കരിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, അത്യുന്നതനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ അടുത്തു വരുമ്പോൾ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും സകല പ്രതിസന്ധികളുടെ നടുവിൽ പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു കർത്താവുണ്ട്. നിൽക്കേണ്ട സ്ഥാനത്ത് നിർത്തിയ ദൈവം, ചന്ദ്രനെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയ ദൈവം, നക്ഷത്രങ്ങളെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയ ദൈവം, വെള്ളത്തെ ഹല്ലേലൂയ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തിയ ദൈവം. ആമേൻ. ഹല്ലേലൂയ. സസ്യങ്ങളെ ചരാചരം ക്രമീകരിക്കേണ്ടതിനെ ക്രമീകരിക്കുന്ന ദൈവമാണ്. ആമേൻ. ആരും നിരാശപ്പെടേണ്ട കേട്ടോ, ആരും ഭാരപ്പെടേണ്ട കേട്ടോ. നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ നാളുകളായി നിങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് ഹല്ലേലൂയ നിങ്ങളെ അടക്കി വാഴുന്ന പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. ആമേൻ. നാളുകളായി നിങ്ങൾക്ക് ഉയരുവാൻ കഴിയാതെ, നന്മയുടെ വാതിലുകൾ പ്രാപിക്കുവാൻ കഴിയാതെ, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രിയ പൈതലെ, ഇന്ന് പറയുന്നതെങ്കിൽ ഇന്ന് പകല് പരിശുദ്ധാത്മാ പറയുന്നു, അത് കീഴ്പ്പെടാൻ പോകുകയാണ്. അത് കീഴ്പ്പെടാൻ പോകുകയാണ്. അത് കീഴ്പ്പെടാൻ കേട്ടോ. ആമേൻ. ഉന്നതനായവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാ. ഒന്ന് വിട്ടുകൊടുത്തേ, ഒന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തേ, ഒന്ന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേ. ആരും അറിയാതെ ഹല്ലേലൂയ ഒളിച്ചിരിക്കുന്നത് പോലെ അതിന്റെ നടുവിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിപ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിരാശപ്പെടുന്നവരുടെ മേൽ പ്രത്യാശയുടെ ധൈര്യം പകർന്ന്
ആ പ്രത്യാശയുടെ ബലം പകർന്ന ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗത്തിന്മേൽ അവൻ പ്രത്യാശ പകരുന്നുണ്ട്. പലരും ഇന്ന് പകലിൽ ദൈവാത്മാവനോട് സംസാരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില രോഗമണ്ഡലങ്ങൾ, നാളുകളായി നിങ്ങളെ ഒതുക്കി വെച്ചിരിക്കുന്ന, മുൻപോട്ട് ഗമിക്കുവാൻ കഴിയാതെ ശരീരത്തെ പിടിച്ചൊതുക്കുന്ന പകൽ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളെ ഒതുക്കി നിർത്തുന്ന ചില രോഗമണ്ഡലങ്ങളിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനായവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ആ രോഗമല്ല, എന്റെ രോഗം കാരണം എനിക്ക് മുൻപോട്ട് ഗമിക്കാൻ കഴിയുന്നില്ല, എന്റെ രോഗം കാരണം എനിക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ രോഗം കാരണം എനിക്കൊന്നും പ്രവർത്തിപ്പാൻ കഴിയുന്നില്ലെന്ന് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ, ഇന്ന് പകലിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷക്തനെ, ദൈവത്തിന്റെ അഭിഷക്തയെ, പ്രിയ ദൈവദാസിയെ, പ്രിയ മകനെ, മകളെ, ഹല്ലേലൂയ, പ്രിയ സഹോദര, നിന്റെ ജീവിതത്തിൽ നാളുകളായി നിന്നെ പിടിച്ചൊതുക്കി നിർത്തിയിരിക്കുന്ന, മുൻപോട്ട് ഗമിക്കാൻ കഴിയാതെ പിടിച്ചൊതുക്കിയിരിക്കുന്ന രോഗബന്ധനത്തിന്മേൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു സൗഖ്യം കൽപ്പിക്കുക. കാരണം രോഗത്തിന്മേൽ ഉയർന്നിരിക്കുന്ന ഉന്നതനായ ഒരു കർത്താവുണ്ട്. ആമേൻ. സകലത്തിന്മേലും ഉന്നതനായ ഒരു കർത്താവുണ്ട്, സകലത്തിന്മേൽ ഉയർന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വേണ്ടി കടന്നു വന്നിട്ടുണ്ടെന്ന്. ആമേൻ. അവിടെ പറയുക, ആവർത്തന പുസ്തകം 33-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്നും നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുക, പുരാതനനായ ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നലെയും ഇന്നും നാളെയും. ആമേൻ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമണ്ഡലം നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ്, 31:1 പറയുന്നു, ആകാശവും ഭൂമിയും നിർമ്മിക്കുന്നതിന് മുന്നമേ ഉള്ളവനായ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നിന്റെ സങ്കേതമാണെന്ന്. ഈ ഉന്നതനായ ദൈവം ആവർത്തന പുസ്തകത്തിൽ പറയുന്നു 33:27, അവൻ നിന്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ടവന്. നിൽക്കുവാൻ, ഹല്ലേലൂയ, ഉറച്ച സ്ഥലം ലഭിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിലർ ഇതിന്റെ അകത്തുണ്ട്. ഓടിക്കൊണ്ടിരിക്കുക, ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ഹല്ലേലൂയ. അവിടെ വായിക്കുമ്പോൾ കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. തമ്പുരാൻ, ദൈവത്തിന്റെ പൈതലേ, നീ നിൽക്കുന്നത് തമ്പുരാന്റെ ശാശ്വത ഭുജങ്ങളിന്മേലാ. അവന്റെ കരത്തിലാ നീ നിൽക്കുന്നത്. ഓ, ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ, ഹല്ലേലൂയ, മനസ്സ് കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന, മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വേദനിച്ചുകൊണ്ടിരിക്കുന്ന ചില ഹൃദയങ്ങളോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കാലങ്ങളായില്ലേ ശത്രു നിന്നെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യത്തിൽ കാണുന്നു, അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളഞ്ഞു. സ്തോത്രം. അത് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളക മാത്രമല്ല, അതിനെ ഇന്നേ ദിനം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുവാകുന്നവൻ പല വാദഗതികൾ മുഴക്കിക്കൊണ്ട് ഉയരുവാൻ കഴിയാതെ, ഉന്നതന്റെ പദ്ധതികൾ നിറവേറ്റുവാൻ കഴിയാതെ, ഉന്നതനോടുകൂടെ വസിക്കുവാൻ കഴിയാതെ നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരുന്ന, രക്തത ജയമെടുക്കുന്നു, പോരാടിക്കൊണ്ടിരുന്ന മണ്ഡലങ്ങളിൽ ഇന്നു പകലി പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുകയാ. അവൻ നിന്റെ മുൻപിൽ നിന്റെ ശത്രുവിനെ സംഹരിച്ചു കളയുകയാണ്.
never come back to attack in your life. ആ ശത്രു നിന്റെ പിന്നാലെ വന്ന് ഇനി ഒരിക്കലും നിന്നെ അറ്റാക്ക് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ വചനമൊന്ന് ഏറ്റെടുത്തേ, വചനമൊന്ന് മുറുകെ പിടിച്ചേ. തിരുവചനം വെറുതെ പറയുന്നതല്ല. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ നിർത്തട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം 4:8 പറയുന്നു, രാത്രി മുഴുവൻ നിനക്ക് ഉറക്കം തരുന്ന ദൈവമാണ്. സങ്കീർത്തനം 33:5 പറയുന്നു, പ്രഭാതത്തിൽ പുതിയ നന്മകൾ തരുന്ന ദൈവമാണ്. ഉന്നതന്റെ പ്രത്യേകത കേട്ടോ. സ്തോത്രം. അസാധ്യമെന്ന് നീ തോന്നുന്ന മണ്ഡലങ്ങളിൽ, എല്ലാം അസ്തമിച്ചെന്ന് വിചാരിക്കുന്ന മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. നമ്മെ ഉയർത്തുവാൻ, നമ്മെ നടക്കുവാൻ, നമ്മെ കൈപിടിക്കുവാൻ, മുൻപോട്ട് പോകുവാൻ, പ്രാപ്തിയില്ലാതിരിക്കുമ്പോൾ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഉന്നതനായ ദൈവമാണ്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യോഹന്നാൻ പറയുന്നത്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും, ആമേൻ, വെള്ളോട്ടിന് സദൃശമായവനും, മാറത്ത് പൊൻകച്ച കെട്ടിയവനും, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഉലകത്തിൽ ഒരുത്തനെയും കാണത്തില്ല. ഒരു മജീഷ്യനെ നിനക്ക് കണ്ടാൽ ഇതുപോലെ ഒരാളെ കാണാൻ കഴിയത്തില്ല. അതാണ് നമ്മുടെ ദൈവം. അങ്ങനെയാണെങ്കിൽ സമയം കൊണ്ട് ഞാൻ ചുരുക്കുകയാ. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, സങ്കീർത്തനക്കാരൻ വെറുതെ പറയുകയല്ല, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും. മനുഷ്യരുടെ മുൻപിൽ നീ ഒരുപാട് മിണ്ടണ്ട, മനുഷ്യരുടെ മുൻപിൽ ഒരുപാട് സംസാരിക്കണ്ട, മനുഷ്യരുടെ മുൻപിൽ ഒരുപാട് നമുക്ക് വാചകമടിക്കേണ്ട കാര്യമില്ലെന്ന് മനുഷ്യരുടെ മുൻപിൽ മിണ്ടാതിരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി താണിരുന്നു കൊണ്ട് ദൈവത്തിന് മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹാലല് ഉന്നതൻ ഇറങ്ങി വന്നാൽ ഉന്നതമായത് നിനക്ക് തരും. ഉന്നതൻ നിന്റെ അടുക്കൽ വന്നാൽ, അബ്രഹാമിന് വേണ്ടി ഉന്നതൻ ഇറങ്ങി വന്നു. ഹാലലൂയ. ലോകരാഷ്ട്രങ്ങളുടെ പേര് വരത്തക്ക നിലയിൽ ഒരു സന്തതി, വാഗ്ദത്ത സന്തതി അവനിലൂടെ പുറത്തു വന്നു. വിശദീകരിപ്പാൻ പറയുവാൻ ഒരുപാടുണ്ട്. ഹാലലൂയ. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഹന്നയ്ക്കു വേണ്ടി ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ശമൂവേലിനെ ദൈവം കൊടുത്തു. അമേൻ, അമേൻ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ ഇവിടെ നിർത്തുകയാ. ഉന്നതനായ കർത്താവ്, അമേൻ, ഹല്ലേലൂയ. ആ ദൈവത്തെ നീ ഒന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ, ആ ദൈവത്തെ അറിയുവാൻ നിനക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആശിച്ചു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സർവശക്തനായ കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ അവതരിച്ച ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ, അംഗീകരിക്കുവാൻ, ഉന്നതനായ കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ പണം മുടക്കേണ്ട, നിങ്ങൾ യാതൊരു സ്ഥലത്തും പോകേണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ, ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങൾ കേൾക്കുന്ന സ്ഥലത്ത് ആ കർത്താവിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ആ കർത്താവിനെ നിങ്ങളൊന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്ഥിതിഗതികളെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭരിക്കട്ടെ. ഈ വചനത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. എനിക്ക് സമയം അനുവദിച്ചെന്ന് പ്രിയപ്പെട്ടവർ, പ്രത്യേകാൽ റോസലിൻ സുരേഷ് അവറുകളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം ഒരു വാക്കിൽ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാവരും ദൈവം ബലപ്പെടുത്തണമേ. ആരെങ്കിലും ശാരീരികമായി, മാനസികമായി പ്രയാസത്തോടെ കടന്നു വന്നെങ്കിൽ സൗഖ്യമാക്കുന്ന ദൈവം, വിടുതലയക്കുന്ന ദൈവം, ഉന്നതനായ ദൈവം അവരുടെ മേൽ ഉന്നതനായി ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. അവരെ ഉള്ളം കൈയിൽ ഭുജത്തിൽ വഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കണം. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയെ ദൈവം അനുഗ്രഹിക്കണം. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ നടക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.